വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് റമദാന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബട്ടർഫ്ലൈ ചിക്കനാണ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് റമദാന് കഴിക്കാനായിട്ട് നോമ്പ് തുറക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. അതുപോലെ സോയാബീൻ സോസ് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂണ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് 2 സ്പൂണ് കോൺഫ്ലവർ കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊട്ടറ്റോ എടുത്തിട്ട് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് തിന്നായി പോകാനും പാടില്ല, ഒരുപാട് തിക്കായി പോകാനും പാടില്ല. ഈ ഒരു വലുപ്പത്തിന് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്തിരിക്കുന്നതിലായിട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു 5 മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിക്സ് എല്ലാം ഒന്ന് റെഡിയായി, നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈർക്കിലാണ് എടുത്തിട്ടുള്ളത്. ഈർക്കിലില്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിൻ എടുത്താലും മതിയാവും. ഇനി ഇതുപോലെ നമുക്ക് ആ ഒരു പൊട്ടറ്റോ എടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈർക്കിൽ അല്ലെങ്കിൽ ടൂത്ത് പിന്ന് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് അങ്ങ് വലുപ്പത്തിന് എടുക്കരുത്, ചെറിയ തിന്നായിട്ട് എടുത്താൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോവുകയില്ല, നമ്മുടെ പെട്ടെന്ന് പൊട്ടറ്റോ വെന്ത് പോവില്ല ഫ്രൈയിൽ കിടക്കുമ്പോൾ. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം മുങ്ങിക്കിടക്കാൻ എണ്ണ ഇട്ട് കൊടുത്താൽ മതിയാവും, ഒരുപാട് അങ്ങ് എണ്ണ ഇട്ട് കൊടുക്കണ്ട. കാരണം ഇത് നമ്മൾ മറിച്ചും തിരിച്ചു വിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എണ്ണ ഒരുപാട് അങ്ങ് യൂസ് ചെയ്ത് കളയണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പരുവത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം പൊട്ടറ്റോ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കോരി മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ പുത്തൻ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി ഒരു പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക.